വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനു മുൻപ് ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇന്നലെ പറഞ്ഞിരുന്ന ഒരു കാര്യം, മാർക്കറ്റ് ഈ ലെവല് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്ന് കഴിഞ്ഞിട്ട് ഒരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരുപക്ഷെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അടുത്ത സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരുന്നു. ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ കോയിന്റെ അനാലിസിസ് 100% കറക്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടിലാണ് പോകുന്നത്. വൺ ഡേ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഒരു FVGA ഇന്നലെ എടുത്തിട്ട് മുകളിലോട്ട് ചെറുതായിട്ടൊന്ന് കയറി പോയിട്ടുള്ളൂ. പക്ഷെ വീണ്ടും താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങി വരാൻ സാധ്യതയുള്ള ഏരിയാസിനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ലെവലാണ് ഇറങ്ങി വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. അങ്ങനെ 3 ഏരിയകൾ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 104,456 ആൻഡ് 103,849, 105,695 ആൻഡ് 105,021, 106,867 ആൻഡ് 106,207. ഇനി റെസിസ്റ്റൻസ് 110,519 ആൻഡ് 109,885. അതുപോലെ 111,947, 110,990. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. അതൊരു 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയും. അതൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു മൈനർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് 50 മിനിറ്റ്സിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. അതിന്റെയും കളറൊന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി 50 മിനിറ്റ്സിൽ എൻട്രി സാധ്യതകളൊന്നും നോക്കാം. 50 മിനിറ്റ്സിൽ എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലെവല്, ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് വന്ന് ഇവിടെ നിന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ബൈ എൻട്രി എടുക്കുമ്പോൾ കൺഫർമേഷൻ കിട്ടിയാൽ പോലും ഒരുപക്ഷെ സമയം കിട്ടണമെന്നില്ല ബൈ എടുക്കാനുള്ളത്. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒന്നല്ലെങ്കിൽ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നത് ഇവിടേക്കോ വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. ഇവിടെ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടി ഇതിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിലാണ് ബൈ എൻട്രി എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലത്. എന്നിട്ട് ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് ലെവൽ വരെ ടാർഗറ്റ് വെക്കാം. ആ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് വരെ വരാം. അടുത്ത റെസിസ്റ്റൻസിലേക്കോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഏരിയയിലേക്കോ വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് കൺഫർമേഷൻ എടുക്കുകയാണ്. അതായത് താഴോട്ടേക്ക് ഒരു കൺഫർമേഷൻ വരികയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി എടുക്കാവുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്കൊരു ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിലേക്ക് വെക്കാം. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നതൊക്കെ ഈ ലെവലാണ്. ഇവിടെ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ബ്രേക്ക്ഔട്ട് കിട്ടിയ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കൽ കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരിക്കൽ കൂടി സ്ട്രോങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടേക്ക് എടുക്കാവുന്നതാണ്.
അങ്ങനെ ഇതാണ് സിനാരിയോ. ഇനി ഈ ഒരു ലെവലും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൾ ടൈം ഹൈനെ എക്സ്പെക്ട് ചെയ്യാം. പുതിയൊരു ഹൈയിലേക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി സെൽ എൻട്രി നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ഏരിയയിൽ നിന്നും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 15 മിനിറ്റ്സിന്റെ അടുത്തടുത്തുള്ള ഏരിയാസ് ആണ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. വെയിറ്റ് ചെയ്ത് ഈ ലെവലിലൊക്കെ എത്തിയതിനു ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ബൈ, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ അടുത്ത ഒരു സെൽ എൻട്രി, വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ അടുത്തൊരു സെൽ എൻട്രി നോക്കാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.